വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളായിട്ടോ ഞാൻ എൻ്റെ കാലുകളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്. ഒരു അമ്മയായി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സെൽഫ് ലവ് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊന്നും ശ്രദ്ധിക്കാനോ കെയർ ചെയ്യാനോ എനിക്ക് സമയം തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് എൻ്റെ കാലുകൾ തന്നെയാണ്. ഞാൻ നഖം വളർത്തിയതും കാലുമ്മലെയാണ്. കയ്യുമ്മലൊന്നും നഖം ഞാൻ പണ്ടേ വളർത്താറില്ല. പക്ഷേ കാലെന്തോ നഖം വളർത്തി നെയിൽ പോളിഷ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ മാസങ്ങളായിട്ടുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. എന്നാൽ പിന്നെ ഇതൊന്ന് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ആദ്യം കാലൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കി നെയിൽ പോളിഷ് എല്ലാം കളഞ്ഞു, നഖം കുറച്ച് വെട്ടിക്കളഞ്ഞു. അതിനുശേഷം നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തു. അതിനുശേഷം എന്താ ഒരു ബേസണിൽ ഇതുപോലെ വെള്ളം എടുത്തിട്ട് നമ്മുടെ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ബോഡി വാഷ് ഉണ്ടല്ലോ ബേബിയുടെ, അതുകൂടി ഇട്ടിട്ട് നമ്മുടെ കാലൊരു 15 മിനിറ്റ്സ് ഒന്ന് മുക്കി വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു ചെറിയ സ്ക്രബ് ആവശ്യമാണ് ഡെഡ് സ്കിന്നൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ചെറുനാരങ്ങ നീര്, അതുപോലെ അതിനകത്ത് കുറച്ച് ഹണി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മോനും കൂടെ അവനും കൂടെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് എപ്പോഴും അങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്താലും അവനോട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്ക്രബൊക്കെ ചെയ്തു. അതിനുശേഷം സ്ക്രബ് ഒരു 5 to 6 മിനിറ്റ്സ് ഒക്കെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ആ വെള്ളത്തിൽ തന്നെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ആ വെള്ളത്തിൽ കഴുകി കളയുമ്പം ആ ലെമണിനോട് കൂടി തന്നെ നന്നായിട്ട് കാലിൻ്റെ അടിയിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡെഡ് സ്കിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചെറിയ പാക്ക് ഇടേണ്ട ഒരു ആവശ്യമുണ്ട്. എപ്പോഴും അത് നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആയുർവേദിക് പാക്ക് ഹിമാലയയുടെ ഒക്കെ ഉണ്ടെങ്കിൽ അതിടാം. ഞാനിവിടെ നോർമലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പുറത്തൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഹോം റെമഡിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതൊന്നുമില്ല, കടലമാവും തക്കാളി നീരും മാത്രം ചേർത്ത് വെച്ചിട്ട് ഞാൻ ഐസ് ക്യൂബ് ആക്കി വെച്ചിരിക്കുന്ന പാക്കാണ്. ആ പാക്ക് ഒരു 60% ഉണങ്ങിക്കഴിയുന്ന സമയത്ത് നമ്മൾ ബേബി ഓയിൽ കൂടി ഇടുക. എപ്പോഴും ഒരു ഓയിൽ മസാജ്, കാലിനൊരു ഓയിൽ മസാജ് കൊടുത്തിട്ട് നോർമലി നമ്മുടെ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒക്കെ ഇട്ട് സ്ക്രബ് ചെയ്ത് കളഞ്ഞാലും കുറച്ചുകൂടെ ബെറ്റർ തന്നെയാണ് കേട്ടോ. അതിനുശേഷം എൻ്റെ സ്ക്രബ് ചെയ്യുന്ന ടൂളും എൻ്റെ മേക്കപ്പിൻ്റെ ടൂൾസൊക്കെ എവിടെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കുട്ടികളായ പിന്നെ ഞാനത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം ഞാനത് ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്ക്രബ് ചെയ്തത്. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ട് ബിഫോർ ദാറ്റ് അലോവേര ജെൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അലോവേര ജെല്ലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം അൺവാണ്ടഡ് ഹെയറൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒട്ടും കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്ന ആളല്ല, എനിക്ക് വലിയ താല്പര്യമില്ല, എന്ന് വെച്ച് ഇഷ്ടക്കുറവൊന്നുമില്ല. ബട്ട് കാലിൽ ഞാൻ മിസ്സാക്കാറില്ല. എൻ്റെ ഫേവറേറ്റ് കളറാണ് നല്ല ഡീപ്പ് മെറൂൺ. അമ്മമാരായി കഴിയുമ്പോഴാണ് കേട്ടോ നമ്മളെപ്പോഴും സെൽഫ് ലവ് മറന്നു പോകുന്നത്. അപ്പോൾ ഇനി ആരും മറക്കണ്ട, ഇത് എളുപ്പ പരിപാടിയാണ്, ചെയ്തു നോക്ക്.